മലയാളി നഴ്സുമാരെക്കുറിച്ച് ഓർത്ത് വേദനിക്കുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഈ നാട്ടിൽ പോലും ആരുമില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ നിന്നും ഒരു കലാകാരി ഏറെ വർഷങ്ങൾക്ക് മുൻപ്, നീലിമ ഷെയ്ഖ്, അവർ മലയാളി നഴ്സുമാരുടെ ശബ്ദമായി മാറിയ ഒരു കലാരൂപത്തിന്റെ അവതരണവുമായാണ് നിങ്ങൾക്ക് മുൻപിൽ ഈ ആഴ്ച ഞങ്ങൾ എത്തുന്നത്. ആയിരത്തി 1945 നവംബർ മാസം 18-ാം തീയതി ജനിച്ച നീലിമ ഷെയ്ഖ് എന്ന കലാകാരിയുടെ ജീവിതം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതും അത്ഭുതാവഹവുമായ ഒന്നാണ്. നീലിമ ഷെയ്ഖ് ഇവിടെ ചെയ്യുന്ന വർക്കും ഇവിടെ ചെയ്തിരിക്കുന്ന വർക്കും ഒരു ഇൻഫോഗ്രാഫിക് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നേഴ്സിൻ്റെ ജീവിതം നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. എന്നാലും അത് നേഴ്സിൻ്റെ ജീവിതത്തിൽ കൂടെ നമ്മളൊരു യാത്രയ്ക്ക് കൊണ്ടുപോകണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ നേഴ്സുമാരെ കുറിച്ച് പറയുമ്പോൾ ഈ സലാം ചേച്ചി എന്നാണ് ഈ ആർട്ട് വർക്കിൻ്റെ പേര്. അപ്പം അത് മലയാളി നേഴ്സുമാരെ കുറിച്ച് ഒരു എന്താ പറയണ, അവരെ അഭിസംബോധന ചെയ്യുന്ന വർക്കാണെങ്കിൽ കൂടി മലയാളി നേഴ്സുമാർ എത്രത്തോളം അനുഭവിച്ചു എന്നൊക്കെയുള്ള ആൾക്കാർക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൊരു അവസരം കൂടെയാണ്. ഡൽഹിയിൽ ബറോഡ കേന്ദ്രീകരിച്ച് കലാപ്രവർത്തനം നടത്തുന്നു. 80-കൾക്ക് ശേഷം ഇന്ത്യയിലെ പരമ്പരാഗതമായ കലാരൂപങ്ങളെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടത്തി. പരമ്പരാഗതമായ ശൈലി പിന്തുടരുന്ന ചിത്രകാരന്മാർക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. കേരളത്തിലെ നേഴ്സുമാർ അവർ ന്യൂസിലാൻഡിൽ പോകുന്നു, അവർ കാനഡയിൽ പോകുന്നു, അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം നേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആതുര സേവനമാണ്. അപ്പം അതിൽ ബ്ലൂ കോളർ വൈറ്റ് കോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടീഷൻ എടുത്ത് കളയലാണ് എല്ലാ നേഴ്സും ചെയ്യുന്നത്. ക്ലീനിങ് മുതൽ അത്രയും പെർഫെക്ഷൻ വേണ്ട ഇൻട്രാവീനൽ ഇഞ്ചക്ഷൻ വരെ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക, പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം വിട്ടിട്ട്, അറപ്പെന്ന് പറഞ്ഞൊരു സാധനം വിട്ടിട്ടൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഒരു നേഴ്സ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന നേഴ്സുകളെ നമ്മൾ കേരളത്തിൽ നമ്മൾ ഓരോ ആശുപത്രികളിലും കാണുമ്പോൾ ഇവരൊക്കെ പല സമയത്തും ഡബിൾ ഡ്യൂട്ടികളിലും ഡബിൾ ഷിഫ്റ്റുകളിലും ഒക്കെ ആയിരിക്കും. ഇവരുടെ സമരങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അത് തൊട്ട് മുമ്പ് നടന്ന സമരം സൈലൻസ്ഡ് ആയി പോയതാണ്. അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ള പലതും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലയാളി നേഴ്സിനുള്ള നിലയിൽ സമരം ചെയ്യേണ്ടി വരുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും. കവിത, ചിത്രീകരണം, കരകൗശല വിദ്യ, മറ്റ് പരമ്പരാഗത രീതികൾ, പ്രതിഷ്ഠാപനങ്ങൾ, തിയേറ്റർ സെറ്റുകൾ, കുട്ടികൾക്കായുള്ള ഗ്രന്ഥങ്ങളുടെ ചിത്രം വര എന്നിങ്ങനെ വ്യത്യസ്ത മാധ്യമങ്ങൾ ഇവർ ഉപയോഗപ്പെടുത്തുന്നു. സ്റ്റെൻസിൽ വരകളും സൂക്ഷ്മ ചിത്രങ്ങളും ചുരുൾ ചിത്രങ്ങളും നാടോടി കഥകളും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ആഖ്യായന ശൈലികൾ ഉപയോഗിക്കുക വഴി തന്റെ ചിത്രങ്ങൾക്ക് രൂപപരമായ അനവധി അർത്ഥതലങ്ങൾ നൽകുവാൻ ഇവർക്ക് സാധിക്കുന്നു. കവിത, ചിത്രീകരണം, കരകൗശല വിദ്യ, മറ്റു പരമ്പരാഗത രീതികൾ എന്നിങ്ങനെ മനുഷ്യ ജീവിതാനുഭവങ്ങളുടെ സൂക്ഷ്മതകൾ വിനിമയം ചെയ്യുന്ന വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ അറിവ് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് നീലിമ ഷെയ്ഖ് അന്വേഷിക്കുന്നു. നീലിമ ഷെയ്ഖ് ഇതിന്റെ ടൈറ്റില് സലാം ചേച്ചി എന്നാണ്. ഇപ്പോൾ നേഴ്സുമാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഭാരതത്തിൽ അത്യാവശ്യം നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ ഒരുപാട് അവർ ആ വർക്കിൽ തന്നെ ഇപ്പം നീലിമ ഷെയ്ഖ് ചെയ്യുന്ന വർക്കുകളിൽ ഈ സലാം ചേച്ചിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ടെക്സ്റ്റുകൾ വരുന്നത് കാണാൻ പറ്റും. ആ ടെക്സ്റ്റുകൾ സംസാരിക്കുന്നത് നേഴ്സുമാർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിപ്പം നേഴ്സുമാർ 5000-ഓളം നേഴ്സുമാർ വിവിധ സർട്ടിഫിക്കറ്റുകൾ അവർ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാൻ പ്രയാസപ്പെടുന്ന കാര്യമാണെങ്കിലും,
ലിബിയയിൽ യുദ്ധത്തിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ടുള്ളതായിട്ടുള്ള നേഴ്സുമാരുടെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളായാലും, ഇനി മുംബൈയിലൊരു ഹോസ്പിറ്റലിൽ മരണപ്പെട്ട ഒരു നേഴ്സിനെ കുറിച്ചാണെങ്കിലും, ഇങ്ങനെ നേഴ്സുമാർ അഭിമുഖീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള അവഗണന ഉണ്ടോ, പലതരത്തിൽ അവർക്ക് വേണ്ട ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് അവരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള മാസമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ ഒക്കെ എടുത്തിട്ട് അത് ടെക്സ്റ്റിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. അതൊരിക്കലും റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ട് അത് അത്ര വേഗമായിട്ടൊന്നും ഇട്ടിട്ടില്ല. പറയുന്ന എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർക്ക് ഇന്നതാണ് സംഭവിച്ചത്, അത് ആ ആർട്ട് വർക്കിൽ തന്നെ ടെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. തന്റെ സൃഷ്ടികൾക്കും വാമൊഴി പാരമ്പര്യങ്ങൾക്കും സംവദിക്കുവാനുള്ള വഴിത്താരകളായി വർത്തിക്കുന്ന ഷെയ്ക്കിന്റെ ക്യാൻവാസുകൾ ഉരുത്തിരിയുന്നത് ബ്രഷുകൾ, കടലാസുകൾ, സ്റ്റെൻസിൽ, മാർക്കറുകൾ എന്നിവയുടെ ഉപയോഗത്തിലൂടെയാണ്. ഭിന്നിപ്പിന്റെ ചിത്രങ്ങളിലേക്ക് കൂടുതൽ സൂക്ഷ്മമായ സന്ദർശനങ്ങൾ നടത്തുന്നതിനു വേണ്ടി സൗന്ദര്യം ഉപയോഗിക്കുന്ന ചിത്രകാരി പലപ്പോഴും ദുരന്ത ദൃശ്യങ്ങളുടെ പശ്ചാത്തലങ്ങളായി മനോഹരമായ ഭൂഭാഗങ്ങൾ നിരത്തുന്നു. വൈറ്റ് കളർ, ബ്ലൂ കളർ രണ്ട് അന്തരത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ മീനിയൽ ജോബ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്താ പറയണ, നികൃഷ്ടമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്തെത്തുന്നുണ്ട്. ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരെ തന്നെ ബെഡ്ഷീറ്റ് എഴുതുന്നുണ്ട്. സോ ഇവരുടെ റേഞ്ച് അല്ലെങ്കിൽ ഇവരുടെ സ്പെക്ട്രം ഒരു വലിയ ബ്രോഡായിട്ടുള്ള സ്പെക്ട്രമാണ്. ഇവരുടെ ജോലി ഏത് മേഖല കിടക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ ചെളി പറ്റുന്നതാണോ, ചെളി പറ്റുന്നവർക്കാണോ, ചെളി പറ്റാത്തവർക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ദിവസം പോലെ ഇരിക്കും. ഇന്ന് ആർക്കാണോ അപകടം പറ്റുന്ന പോലെ ഇരിക്കും. ചെളിയാണോ ചോരയാണോ പറ്റുന്നവരെ ആ ദിവസം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അവരുടെ ജോലി ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ജോലി എടുക്കണില്ല എന്നൊരു നേഴ്സ് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നേഴ്സ് രോഗങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നത് മാത്രമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അവർ പണി നിർത്തി പോലൊന്നും ആയിരിക്കില്ല. രോഗങ്ങൾ ഉണ്ടാവരുതെന്ന് ആര് വിചാരിച്ചാലും നമുക്ക് സന്തോഷം തന്നെയാണ്. അനവധി രീതികൾ ഉപയോഗിക്കുമ്പോഴും ഗവേഷണത്തിനു വേണ്ടി താൻ നടത്തുന്ന യാത്രകളിലൂടെ ഉടലെടുക്കുന്ന സ്ത്രീ എന്ന സ്വത്വം ആഘോഷിക്കുന്ന സ്ത്രൈണവും സ്ത്രീവാദപരവുമായ ഒരു പ്രത്യേക ഭാഷ ഷെയ്ക്കിന്റെ ചിത്രങ്ങൾക്കുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളി നഴ്സുമാരുടെ സാന്നിധ്യവും അവരുടെ വേദനയിൽ കുതിർന്ന ജീവിതവുമാണ് ഈ കലാരൂപങ്ങളിലൂടെ കലാകാരി വ്യക്തമാക്കുവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. മലയാളി നേഴ്സുമാർക്ക് ലിബിയയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിന് പോലും, അതായത് 18,000 ഇന്ത്യക്കാർ ലിബിയയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും പങ്കും ആൾക്കാർ നേഴ്സുമാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ നേഴ്സുമാർ പല ഘട്ടങ്ങളിലായിട്ട് ഗവൺമെന്റ് ലിബിയയിൽ ആഭ്യന്തര യുദ്ധങ്ങൾ നടന്നപ്പോൾ, പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരെ പല ഘട്ടങ്ങളായിട്ട് അവരെ തിരിച്ച് നാട്ടിലെത്തിച്ചതാണ്. പക്ഷെ നാട്ടിൽ അവർക്ക് കിട്ടുന്നത് 65 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്ന, അതായത് 65 മണിക്കൂർ ഒരു ആഴ്ചയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാൾക്ക് 3,000 രൂപ ഒരു മാസം ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ വരുന്നത്. ഇതിലുള്ള പല ആൾക്കാരും തിരിച്ച് ലിബിയയിലോട്ട് തന്നെ പോവുകയാണ്. പല ആൾക്കാരും തിരിച്ച് ലിബിയയിലോട്ട് തന്നെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് യുദ്ധമാണെങ്കിലും, അതായത് ഒരു യുദ്ധം ബാധിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുന്നത്, നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് കേരളത്തിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിനേക്കാളും മെച്ചമാണെന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ അവർ കേരളത്തിൽ നമ്മൾ കൊടുക്കുന്ന സാഹചര്യം എത്ര അപകടം പിടിച്ചതായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കി തരികയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ കാണുന്ന ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ മൊത്തം ചിലപ്പം നിന്നു പോയേക്കാം. അങ്ങനെ നിന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളോ കാര്യങ്ങളോ, ഇപ്പം നമ്മൾ നിപ്പയെക്കുറിച്ച് പറയും. നിപ്പയെക്കുറിച്ച് പറയുമ്പോൾ ജീവൻ കൊടുത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ നേഴ്സും ഉണ്ട്. അതായത് രോഗം ബാധിക്കുന്നവർക്കും രോഗം ബാധിച്ചിരിക്കുന്നവര് അവരുടെ ബന്ധുക്കളെക്കാളും കൂടുതൽ രോഗം ബാധിക്കാൻ ഇനി മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ രോഗം ബാധിക്കാൻ മുൻഗണനാ പട്ടികകൾ ഏറ്റവും ആദ്യം നിൽക്കുന്നത് നേഴ്സുമാരാണ്. അതായത് രോഗിയുടെയും രോഗം പകരാൻ ചാൻസ് ഉള്ള ബാക്കിയുള്ള ബന്ധുക്കാരൊക്കെ നിൽക്കുമ്പോഴും അവരെ ഒഴിവാക്കി നിർത്തിയിട്ട് ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മരിച്ചുപോയ നേഴ്സുമാർ വരെ ഉണ്ട് കേരളത്തിൽ.
അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്വന്തം ജീവൻ വിട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നന്ദി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നായയെക്കുറിച്ച് പറയും, നമ്മളിപ്പം സംഘബലത്തിനെ കുറിച്ച് പറയുമ്പോൾ കാക്കയെക്കുറിച്ച് പറയും. നമ്മളൊരു പോയിന്റിലേക്ക് വന്നിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ ഡ്രാഗൺ ഫ്ലൈയെ കുറിച്ച് പറയും, ഒരേ ഇലയുടെ തുമ്പിലോട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന, റൂട്ട്സ് തേടി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ എൻഡ്യൂറൻസ് ഒന്നും പറയുന്നൊരു സാധനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുനിമാരോ മഹർഷിമാരോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടി ജോലി ചെയ്തിട്ട് അത്രയും താങ്ങുന്ന, അതായത് ഒരു മുനിമാരൊക്കെ ജീവിക്കുന്ന ഒരു രീതി, ഒരു കുറെ കൂടെ സേജ്ലി ആയിട്ട് പെരുമാറുന്ന ഏക ക്ലാസ്, ഏക സൊസൈറ്റിയുടെ ഏക സെക്ട് നഴ്സുമാരാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം പോയി പണിയെടുക്കുന്ന അനേകം മലയാളി നഴ്സുമാർ കേരളത്തിലെ സ്ത്രീകളുടെ യുക്തിപരവും വൈകാരികവുമായ ഒരു സവിശേഷ കഴിവിനെ അവതരിപ്പിക്കുകയും അതിനെ ജീവിതോപാധിയായി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇതുണ്ട്, ഇത് എങ്ങനെയാണ് ഇന്ത്യൻ നേഴ്സുകൾ ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ നേഴ്സിങ്ങിൽ. അത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് തുടങ്ങിയിട്ട് ആദ്യം മിലിറ്ററി ഹോസ്പിറ്റലുകൾ വരുന്നു, പിന്നെ മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ മിലിറ്ററിയുടെ ഒരു ഭാഗമായിട്ട് നേഴ്സുമാർ ചേരുന്നു, പിന്നീട് കുറെ കൂടെ വെസ്റ്റേണൈസ്ഡ് ആവുന്നു, കുറെ കൂടെ ഒരു റോയൽ സാനിറ്ററി കമ്മീഷനൊക്കെ ഉണ്ടാവുന്നു ഒരു നേഴ്സിങ്ങിന് ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ നോക്കിയാൽ കാണാം, അത് കൂടുതലും കേരളത്തിലുള്ള ഇപ്പോൾ പള്ളികളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെയാണ് നമ്മൾ നേഴ്സുമാരെ തുടക്കങ്ങളിൽ കണ്ടു തുടങ്ങിയത്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും ഒരു നേഴ്സിംഗ് കൾച്ചർ തന്നെ ഉണ്ടെന്ന് പറയാം. അതായത് ഒരു നേഴ്സിംഗ് കൾച്ചർ കുറെ കൂടെ സേജിലായി പോകുന്നതിൻ്റെയൊക്കെ ഒരു കാര്യം അതാണ്. കുറെ കൂടെ എന്താ പറയണ, ഒരു സന്യാസം പോലെയോ അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ കാര്യം അതാണ്. ചിത്രകാരിയുടെ മരപ്പലകകളിലെ അനവധി ദൃശ്യങ്ങൾ ആതുര സേവന രംഗത്തെ ആരും ശ്രദ്ധിക്കാത്ത ഈ നായികമാരെ, മാതൃഭാവവും പരിപാലന മികവുമുള്ള കേരളത്തിലെ സ്ത്രീകളെ ആഘോഷിക്കും. സ്വന്തം വീട് വിട്ട് അപരിചിത നാടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കുന്നത് അടക്കമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മിക്കപ്പോഴും അസൗകര്യങ്ങൾ നിറഞ്ഞ ജീവിതം ജീവിക്കുന്നവരാണ് ഇവർ. സലാം ചേച്ചി എന്ന് പേരിട്ടിരിക്കുന്ന ഈ കലാസൃഷ്ടി ലോകത്തെ ഏറ്റവും ശ്രമമേറിയതും ഒഴിവാക്കുവാൻ ആവാത്തതുമായ ആതുര സേവനം എന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതിലേക്ക് സ്വാഭാവികമായ താല്പര്യം കാണിക്കുന്ന ഈ നഴ്സ് സഹോദരിമാർക്ക് നൽകുന്ന അഭിവാദ്യമാണ്.